കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നഗരസഭയുടെ പരിധിയിൽ വരുന്ന എടക്കാനത്തെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രദേശവാസികൾക്കിടയിലും കർഷകർക്കിടയിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. ഇവിടെ ചത്തുവീണ കാക്കയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ ദേശീയ ലാബിൽ അയച്ച് പരിശോധിച്ചപ്പോഴാണ് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതാദ്യമായാണ് ഈ മേഖലയിൽ കാക്കകളിൽ ഇത്തരമൊരു പക്ഷിപ്പനി കണ്ടെത്തുന്നത് എന്നത് ആരോഗ്യവകുപ്പിനെയും മൃഗസംരക്ഷണ വകുപ്പിനെയും ഒരുപോലെ ജാഗ്രതയിലാക്കുന്നു. നിലവിൽ എടക്കാനത്തെയും പരിസര പ്രദേശങ്ങളിലും വളർത്തു പക്ഷികളിൽ രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്താത്തത് വലിയൊരു ആശ്വാസമാണെങ്കിലും വന്യപക്ഷികളിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അങ്ങേയറ്റം കരുതലോടെയുള്ള നീക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പക്ഷികളെ കൂട്ടത്തോടെ കൊന്നെടുക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും രോഗം പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇരിട്ടി നഗരസഭയിലെയും സമീപത്തെ പഞ്ചായത്തുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള കോഴി ഫാമുകൾ, താറാവ് വളർത്തൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കർശന പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകി. എടക്കാന മേഖലയിൽ പക്ഷികൾ അസ്വാഭാവികമായി ചത്തുവീഴുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കാക്കകൾ സഞ്ചാര സ്വഭാവമുള്ള പക്ഷികളായതിനാൽ രോഗം മറ്റു പ്രദേശങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് അധികൃതർ. അതുകൊണ്ട് തന്നെ പക്ഷി വളർത്തുന്നവർ തങ്ങളുടെ കൂടുകളും പരിസരവും അണുവിമുക്തമാക്കണമെന്നും പുറത്തു നിന്നുള്ള പക്ഷികളുമായി സമ്പർക്കം വരാത്ത രീതിയിൽ പ്രതിരോധം തീർക്കണമെന്നും നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ നിന്നുള്ള വളർത്തു പക്ഷികളുടെ സാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട്. മനുഷ്യരിലേക്ക് ഈ വൈറസ് പകരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. ചത്ത പക്ഷികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ്, മാസ്ക് എന്നിവ നിർബന്ധമായും ധരിക്കണം. അസ്വാഭാവികമായ രീതിയിൽ പക്ഷികൾ ചത്തുകിടക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ അറിയിക്കണം. പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർക്ക് പനിയോ മറ്റ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇരിട്ടി നഗരസഭയിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനും നടപടികൾ ആരംഭിച്ചു. പക്ഷിച്ചന്തകൾക്കും ഇറച്ചി വിൽപ്പനശാലകൾക്കും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാൻ കർശനമായ മുൻകരുതലുകളാണ് സ്വീകരിക്കുന്നത്. കാക്കകളിൽ വൈറസ് കണ്ടെത്തിയത് തോട്ടം മേഖലകളിലും വനപ്രദേശങ്ങളോടും ചേർന്നുള്ള സ്ഥലങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മുമ്പ് ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ തെക്കൻ ജില്ലകളിൽ പക്ഷിപ്പനി വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നെങ്കിലും മലബാർ മേഖലയിൽ ഇത് അപൂർവമായാണ്. മുമ്പ് ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ തെക്കൻ ജില്ലകളിൽ പക്ഷിപ്പനി വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നെങ്കിലും മലബാർ മേഖലയിൽ ഇത് അപൂർവമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ നൽകാനും പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കാനും മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഭയപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും എന്നാൽ ജാഗ്രതയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുതുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. വരും ദിവസങ്ങളിലെ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ മാത്രമേ ഈ പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാവുകയുള്ളൂ.